നമസ്കാരം. സർക്കാർ മാറും എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം തുടർന്ന് സർക്കാർ മാറുമ്പോൾ സ്വാഭാവികമായും ഉദ്യോഗസ്ഥ തലത്തിലും അഴിച്ചുപണികളുണ്ടാവും. ഒരു സർക്കാർ ഭരിക്കുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഉദ്യോഗസ്ഥന്മാരെ മാറ്റുകയും പുനർനിയമിക്കുകയും ഒക്കെ ചെയ്യുന്നത് പതിവായിരിക്കവേ ഒരു സർക്കാർ മാറുമ്പോൾ എന്തെല്ലാം മാറ്റം വരും എന്നോർക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാർ പുതിയ സർക്കാരിനൊപ്പം പദവി ഉറപ്പിക്കാനുള്ള നീക്കം നടത്തുന്നു. മാത്രമല്ല, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവർ ഒരിക്കലും ഉന്നത പദവിയിൽ എത്താതിരിക്കാൻ ഇപ്പോൾ സ്വാധീനമുള്ള ചില ഉദ്യോഗസ്ഥർ ചരടുവലിക്കുന്നു. ഇത്തരത്തിൽ ഏറ്റവും വലിയ ചരടുവലി നടക്കുന്നത് പോലീസ് തലപ്പത്താണ്. DGP പദവിയിൽ 2 വർഷം കാലാവധി പൂർത്തിയാക്കിയ രവത ചന്ദ്രശേഖരന് പിണറായി വിജയൻ 1 വർഷം കൂടി നീട്ടിക്കൊടുത്തിട്ടുണ്ട്. 2 വർഷം കാലാവധി കഴിയുകയും റിട്ടയർമെൻറ്റ് കഴിയുകയും ചെയ്തതുകൊണ്ട് രവതയ്ക്ക് ഈ അടുത്ത കാലത്ത് നീട്ടിക്കൊടുത്ത 1 വർഷം മുഴുവൻ കൊടുക്കേണ്ട നിയമപരമായ ബാധ്യത സർക്കാരിനില്ല. അതുകൊണ്ട് തന്നെ പുതിയ സർക്കാർ ചുമതലയേറ്റാൽ അടിയന്തരമായി നിയമിക്കാൻ പോകുന്നത് DGP ആയിരിക്കും. DGPയെ നിയമിക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. സംസ്ഥാന സർവീസിലെ ഏറ്റവും സീനിയോറിറ്റിയുള്ള കുറേ ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞെടുത്ത് എല്ലാവിധ വെറ്റിംഗ് പ്രോസസ്സുകളും കഴിഞ്ഞ് UPSCക്ക് കൊടുക്കണം. UPSC 3 പേരുടെ ലിസ്റ്റ് തരും. ആ 3 പേരിൽ ഒരാളെ സർക്കാരിനെ നിയോഗിക്കാം. സ്വാഭാവികമായും സീനിയോറിറ്റിയുള്ള DGPമാർ ആ പദവിക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തും. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് പുതിയ DGP ആകാനുള്ള ശ്രമം മാത്രമല്ല, മറ്റൊരാൾ ആവാതിരിക്കാനുള്ള നീക്കം കൂടിയാണ്. ഉദാഹരണത്തിന്, പിണറായിയുടെ വിശ്വസ്തനായിരുന്ന, ഒടുവിൽ പിണറായിക്ക് പോലും സംരക്ഷിക്കാൻ കഴിയാതെ DGP പദവി നിലനിർത്തിക്കൊണ്ട് പ്രധാനമായ പദവിയിൽ കഴിയുന്ന MR അജിത് കുമാറിൻ്റെ കാര്യമെടുക്കുക. MR അജിത് കുമാർ ഒരു വിശ്വസ്തനായ ദാസനെ പോലെ പിണറായിക്ക് വേണ്ടി വിടുപണി ചെയ്ത ഉദ്യോഗസ്ഥനാണ്. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? ഒടുവിൽ അദ്ദേഹത്തെ പാർട്ടി പറഞ്ഞിട്ട് മാറ്റി നിർത്തേണ്ടി വന്നു. ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ ബദ്ധശത്രു കൂടിയാണ് MR അജിത് കുമാർ. യൂത്ത് കോൺഗ്രസ് കുട്ടികളടക്കമുള്ളവരെ തല്ലിച്ചതയ്ക്കാൻ ഏറ്റവും അധികം ഔത്സുക്യം കാണിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പ്രതിപക്ഷത്തിൻ്റെ നോട്ടപ്പുള്ളിയാണ്. UDF അധികാരത്തിലെത്തിയാൽ അജിത് കുമാറിനെ എവിടെയെങ്കിലും മൂലയ്ക്കിരുന്ന് റിട്ടയർ ചെയ്തു പോകാം എന്നല്ലാതെ ഒരു പദവിയും ലഭിക്കില്ല. ഇനി അഥവാ LDF തുടർഭരണത്തിലെത്തിയാൽ പോലും അജിത് കുമാറിന് DGP പദവി ആലോചിക്കേണ്ടതേയില്ല. അതുകൊണ്ട് തന്നെ അജിത് കുമാർ ഇപ്പോഴുള്ള തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് തൻ്റെ സർവീസിലെ ശത്രുക്കൾ ഈ പദവിയിൽ എത്താതിരിക്കാനുള്ള നീക്കം ശക്തിപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ സീനിയോറിറ്റിയുള്ള 4 ഉദ്യോഗസ്ഥന്മാർ യോഗേഷ് ഗുപ്ത, മനോജ് എബ്രാഹിം, MR അജിത് കുമാർ, S ശ്രീജിത്ത് എന്നിവരാണ്. യോഗേഷ് ഗുപ്തയാണ് ഏറ്റവും അധികം സീനിയോറിറ്റി ഉള്ളതും ഈ 4 പേരിൽ ഏറ്റവും കൂടുതൽ സർവീസുള്ള രണ്ടാമനും. എന്നാൽ യോഗേഷ് ഗുപ്ത ഒരൊറ്റ പോക്കുകാരനാണ്. ആരുടെയും മുമ്പിൽ വഴങ്ങില്ല, ആർക്കെതിരെയും നടപടിയെടുക്കും, ആരോടും ഒരു കൂസലുമില്ലാത്ത ഉദ്യോഗസ്ഥൻ. അതുകൊണ്ട് തന്നെ പിണറായിക്ക് കണ്ടുകൂടാ, റോഡ് സേഫ്റ്റി കമ്മീഷണറാക്കി ഒതുക്കിയിരിക്കുന്നു. പുതിയ സർക്കാരിനും അനഭിമതനായേക്കുമെന്നാണ് റിപ്പോർട്ട്. കാരണം പറഞ്ഞാൽ കേൾക്കാത്ത ഉദ്യോഗസ്ഥനെ ആര് മുഖ്യമന്ത്രിയായാലും പിടിക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് യോഗേഷ് ഗുപ്തയ്ക്കാണ് ഏറ്റവും കൂടുതൽ യോഗ്യതയെങ്കിലും ഏതു സർക്കാർ വന്നാലും അദ്ദേഹത്തെ നിയമിക്കുമോ എന്ന് കണ്ടറിയണം. രണ്ടാമത്തെ സീനിയോറിറ്റി മനോജ് എബ്രാഹിമിനാണ്. മനോജ് എബ്രാഹിം DGP ആയാൽ പിന്നെ ഈ പറയുന്ന ആർക്കും DGP ആവാൻ സാധ്യമല്ല. കാരണം ഏറ്റവും അധികം സർവീസ് ഉള്ളത് മനോജ് എബ്രാഹിമിനാണ്. 2031 മാത്രമേ മനോജ് എബ്രാഹിം റിട്ടയർ ചെയ്യൂ. മൂന്നാമത്തെ സീനിയോറിറ്റി MR അജിത് കുമാറിനും 4ാമത്തെ ആൾ S ശ്രീജിത്തുമാണ്. MR അജിത് കുമാർ തനിക്ക് പദവി ലഭിക്കില്ല എന്നുറപ്പായതോടെ മനോജ് എബ്രാഹിമിനും S ശ്രീജിത്തിനും ആ പദവി ലഭിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് പോലീസ് ആസ്ഥാനത്തു നിന്ന് ലഭിക്കുന്ന വിശ്വസനീയമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മനോജ് എബ്രാഹിമിനെതിരെ നേരത്തെ ഉയർന്നു വന്ന, അന്വേഷിച്ച് നിലനിൽക്കില്ല എന്ന് കണ്ടെത്തി എഴുതിത്തള്ളിയ ഒരു കേസ് വീണ്ടും വളഞ്ഞ വഴിയിലൂടെ പൊടി തട്ടിയെടുത്ത് മനോജിൻ്റെ ക്ലിയറൻസ് തടസ്സപ്പെടുത്താനുള്ള നീക്കമാണ് ഒരു വശത്ത് നടക്കുന്നത്. അതുപോലെ തന്നെയാണ് ശ്രീജിത്തിനെതിരെയും പുതിയ ഒരു വിവാദമുണ്ടാക്കി കൊണ്ടുവന്ന് ശ്രീജിത്തിൻ്റെ പ്രൊമോഷൻ സാധ്യത തടയാൻ നീക്കം നടത്തുന്നത്. കേരള പോലീസിൽ S ശ്രീജിത്തിനെതിരെ അതിശക്തമായ ഒരു ലോബി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധി കള്ളക്കേസുകളും കള്ളപ്പരാതികളും പലതവണ ഉയർന്നു വരികയും അവയൊക്കെ അന്വേഷിച്ച് നിലനിൽക്കുന്നില്ല എന്ന് കണ്ട് തള്ളിക്കളയുകയും ചെയ്തതാണ്. ഇപ്പോൾ പെട്ടെന്ന് ഒരു വിവാദം പൊട്ടിപ്പുറപ്പെടുന്നു. ശ്രീജിത്ത് അനധികൃതമായി ദുബായിൽ പോയി ഒരു സ്പായുടെ ഉദ്ഘാടനം
യൂണിഫോം അണിഞ്ഞ് നടത്തി എന്ന ആരോപണമാണത്. സ്പാ എന്ന് പറഞ്ഞാൽ അശ്ലീല ചുവയോടെ സംസാരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ശ്രീജിത്ത് എന്തിന് ദുബായിൽ സ്പാ ഉദ്ഘാടനത്തിന് പോയി, അതും ഔദ്യോഗിക യൂണിഫോമിൽ ഉദ്ഘാടനം നടത്തി എന്ന ചോദ്യമാണ് ഇവർ ഉയർത്തുന്നത്. ഇതിന് പേരിൽ ചില യൂട്യൂബർമാർ വീഡിയോ ചെയ്യുകയും അത് വിവാദമായി മാറുകയും ചെയ്തു. സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ദുബായിൽ പോയി യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു സ്പായുടെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു തുടങ്ങിയ ആരോപണങ്ങളാണ് യൂട്യൂബർമാർ ഉയർത്തിയത്. വാസ്തവത്തിൽ നിലവിലുള്ള ചട്ടമനുസരിച്ച് സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ആരെങ്കിലും വിദേശ സന്ദർശനം നടത്തിയാൽ ഇപ്പോൾ അനുമതി വാങ്ങണമെന്നില്ല, സർക്കാരിനെ അറിയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അനുമതിയില്ലാതെ വിദേശത്ത് പോകാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോൾ അനുമതി മാത്രം മതി. ശ്രീജിത്ത് സ്വകാര്യ സന്ദർശനത്തിന് വേണ്ടി ദുബായിൽ പോയപ്പോൾ സർക്കാരിനെ അറിയിക്കുകയും അറിയിപ്പ് കിട്ടി എന്നതിൻ്റെ ഇൻറ്റിമേഷൻ ലെറ്റർ മേടിച്ചു വയ്ക്കുകയും ചെയ്തതാണ്. സർക്കാരിൻ്റെ അനുമതി ആവശ്യമില്ല, അറിയിച്ചാൽ മാത്രം മതി എന്ന ഉത്തരവിൻ്റെ കോപ്പിയാണ് പ്രേക്ഷകരെ ഞാനിപ്പോൾ കാണിക്കുന്നത്. ശ്രീജിത്ത് പോയി ഉദ്ഘാടനം ചെയ്തത് ഒരു സ്പാ ആയിരുന്നില്ല. നിയമപരമായി UAE സർക്കാരിൻ്റെ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സെൻ്റർ ആയിരുന്നു. ആയുർവേദ ഡോക്ടർമാർ അടക്കമുള്ളവർ പ്രവർത്തിക്കുന്ന ട്രീറ്റ്മെൻറ്റ് സെൻ്റർ. UAE സർക്കാരിലെ ഉന്നതർ അടക്കമുള്ളവർ ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ആ ഉദ്ഘാടന യോഗത്തിൽ ശ്രീജിത്ത് പങ്കെടുത്തത് യൂണിഫോമിലല്ല, സിവിൽ വേഷത്തിലാണ്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണിക്കുന്നത്. അതേസമയം ശ്രീജിത്ത് ഈ പരിപാടി ഉദ്ഘാടനം നടത്താൻ പോകുന്നു. എവിടെ നിന്നോ ആരോ എടുത്ത ഒരു ഫോട്ടോ, യൂണിഫോം ഇട്ട ഫോട്ടോ കാണിച്ചാണ് ശ്രീജിത്ത് യൂണിഫോമിൽ പങ്കെടുത്തു എന്ന ആരോപണം ഉന്നയിക്കുന്നത്. ഈ വാർത്ത പുറത്തു വന്നതോടെ വാർത്ത പ്രസിദ്ധീകരിച്ച യൂട്യൂബർക്കെതിരെ ഈ ആയുർവേദ സെൻ്ററിൽ ജോലി ചെയ്യുന്ന 7 പേർ പോലീസിൽ പരാതിപ്പെട്ടു. അതിലൊരു പെൺകുട്ടിയുടെ വിവാഹം മുടങ്ങി. അവിടെ ഒരു ഡോക്ടറുടെ വീട്ടിൽ പ്രശ്നമായി. സ്പാ എന്ന തരത്തിൽ വാർത്ത വന്നതോടെ ദുബായിൽ ആ പെൺകുട്ടികൾക്ക് മറ്റെന്തോ പരിപാടിയാണ് എന്ന തരത്തിൽ വ്യാഖ്യാനമുണ്ടായതുകൊണ്ടാണ് അവർ പരാതിയുമായി പോയത്. ഈ യൂട്യൂബർക്കെതിരെ 7 FIRകളാണ് അതിൻ്റെ പേരിൽ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു കാര്യം കൂടി പറയണം. ഡിബിൻ എടവണ്ണ എന്നു പേരുള്ള ഒരു മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം സർവീസിലിരിക്കുമ്പോൾ, മെഡിക്കൽ ലീവിലിരിക്കുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ലൈംഗികമായി പെൺകുട്ടിയെ ദുരുപയോഗിച്ചു എന്ന പേരിൽ പരാതി ഉണ്ടാവുന്നു. അന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന ശ്രീജിത്ത് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുകയും ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഈ സസ്പെൻഷൻ പിന്നീട് പിൻവലിക്കുന്നു, സർവീസിൽ കയറുന്നു. പുതുതായി വന്ന ട്രാൻസ്പോർട്ട് കമ്മീഷൻ നാഗരാജു ഈ ഡിപ്പിനെ സസ്പെൻഡ് ചെയ്യുന്നു. അവധിയെടുത്തിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ നിങ്ങളെ പഠിപ്പിക്കാം, അതിനുള്ള സൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പരസ്യം ചെയ്യുന്നതിൻ്റെ പേരിലാണ് വീണ്ടും സസ്പെൻഷനിലാവുന്നത്. ഈ ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയിൽ ഒരു OP ഫയൽ ചെയ്യുന്നു. തന്നെ അന്യായമായി കള്ളക്കേസിൽ കുടുക്കി ശ്രീജിത്ത് ശിക്ഷിച്ചു എന്ന പേരിൽ ഒരു OP. കോടതി രേഖകൾ പരിശോധിക്കുന്നു, സർക്കാരിൻ്റെ റിപ്പോർട്ട് തേടുന്നു. ഈ പരാതി നിലനിൽക്കുന്നതല്ല, ഇയാൾക്കെതിരെ അന്വേഷണമുണ്ട്, കേസുണ്ട് എന്ന് ബോധ്യപ്പെട്ട് അത് തള്ളുന്ന സാഹചര്യമുണ്ടാകുന്നു. അതിനിടയിൽ ഡിബിൻ്റെ വക്കീൽ മറ്റൊരാവശ്യം ഉന്നയിക്കുന്നു. ശ്രീജിത്ത് യൂണിഫോം ഇട്ടുകൊണ്ട് ദുബായിൽ നിയമവിരുദ്ധമായി അനുമതിയില്ലാതെ സ്പാ ഉദ്ഘാടനം ചെയ്യാൻ പോയതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുന്നു. അതിൻ്റെ ഭാഗമായി ഒരു ഫോട്ടോയും കാണിക്കുന്നു. അനുമതിയില്ലാതെ ദുബായിക്ക് പോവുകയും യൂണിഫോമിൽ സ്പാ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തെങ്കിൽ തീർച്ചയായും അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിടുന്നു. ഇതോടുകൂടി ശ്രീജിത്തിൻ്റെ സ്പാ ഉദ്ഘാടനം വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് ഹൈക്കോടതി എന്ന തരത്തിൽ പത്രങ്ങളിൽ വാർത്ത വരുന്നു. വാസ്തവത്തിൽ ചട്ടലംഘനമോ നിയമലംഘനമോ ഒന്നും നടന്നിട്ടില്ലെങ്കിലും ചിലർ പുതിയ സർക്കാർ വരുമ്പോൾ ശ്രീജിത്തിൻ്റെ പ്രൊമോഷൻ തടയുക എന്ന ലക്ഷ്യത്തിൽ കള്ളക്കേസുണ്ടാക്കി കോടതിയിൽ തെറ്റായ വിവരങ്ങൾ നൽകി വിധി വാങ്ങി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വലിയ ഗൂഢാലോചനകളും നീക്കങ്ങളുമാണ് കേരള പോലീസിൻ്റെ തലപ്പത്ത് പദവിക്ക് വേണ്ടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പദവിയിൽ ഒരാൾക്ക് എത്തണമെങ്കിൽ വേറൊരാളെ വെട്ടേണ്ടി വരും. ഒരു പദവിയിൽ വേറൊരാൾ എത്താതിരിക്കണമെങ്കിൽ ആ പദവി ലഭിക്കില്ല എന്നുറപ്പുള്ളവരും വെട്ടൽ കലയിൽ പരിശീലനം നേടണം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പോലീസ് ഏമാന്മാർ സ്ഥാനമുറപ്പിക്കുന്നതും നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം പരിപാലിക്കാൻ ശ്രമിക്കുന്നതും.